കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് PLC ആയിരുന്നു. അതായത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സ്റ്റേജിൽ ഒരുപാട് സ്ട്രാറ്റജീസ് വരുന്നുണ്ട്. മെയിനായിട്ട് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, പ്രൈസിങ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിരുന്നു. അതിൽ ഓരോന്നിലും എങ്ങനെയാണ് ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നതാണ്. അതായത് രണ്ടാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു PLCയുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് സ്റ്റേജ് ആണ്. അല്ലെ, ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റിന് ഒരു ഗ്രോത്ത് വരുന്ന ഒരു സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രോത്ത് സ്റ്റേജിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയാണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ടെന്നുള്ളത് നോക്കാം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ആദ്യം പറയുന്നത് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. അതായത് ദിസ് ഈസ് ഡൺ ടു അട്രാക്ട് മോർ പീപ്പിൾ ടുവേർഡ്സ് ദ പ്രൊഡക്റ്റ്. അതായത് ഈ ഒരു ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതായത് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെ? അപ്പൊ ഈ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ ആളുകളെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബൈ ഡൂയിങ് ദിസ് ദ ഡീലേഴ്സ് ക്യാൻ സെൽ ദ പ്രൊഡക്ട്സ് മോർ എഫക്റ്റീവ്ലി. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഡീലേഴ്സിന് ഈ ഒരു പ്രൊഡക്ട്സ് മോർ എഫക്റ്റീവ്ലി അത് സെല് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ രണ്ടാമത് പറയുന്നത് പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ആണ്. അതായത് ഇംപ്രൂവ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ പ്രൊഡക്റ്റ് ബൈ ആഡിങ് ന്യൂ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് ഇംപ്രൂവിംഗ് ദ സ്റ്റൈൽ. ഇനി ഒരു പ്രൊഡക്റ്റിന് ഇംപ്രൂവ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്? അതായത് ആ പ്രൊഡക്റ്റിന് കൂടുതലായിട്ട് എന്തെങ്കിലും എന്ത് ചെയ്യുക? പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, അല്ലെ? അതിന്റെ സ്റ്റൈല് ഇംപ്രൂവ് ചെയ്യുക. അതിലൂടെയാണ് ഈ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഒരു സ്ട്രാറ്റജിയാണ്. ദെൻ മൂന്ന് പറയുന്നത് ന്യൂ മോഡൽസ് ആണ്. ന്യൂ മോഡൽസിൽ പറയുന്നത് ന്യൂ മോഡൽസ് ഓഫ് ദ പ്രൊഡക്റ്റ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു എക്സ്പാൻഡ് ദ മാർക്കറ്റ് ഓർ ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ. അതായത് പുതിയ മോഡൽ, ഇപ്പൊ നമ്മൾ ഇറക്കിയ ആ പ്രൊഡക്റ്റിന്റെ തന്നെ പുതിയ മോഡൽ എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ്. അപ്പോൾ ന്യൂ മോഡൽ ഓഫ് ദ പ്രൊഡക്റ്റ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്, അല്ലെ? ഒരു പുതിയ മോഡൽ എന്ത് ചെയ്യാം? ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ആ മാർക്കറ്റിൽ അവർക്ക് ഒരു സ്ഥലം ഉണ്ടാക്കി എടുക്കുക എന്നുള്ള, ഒരു പ്ലേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ മോഡൽസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ എന്ത് ചെയ്യാൻ? ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പുതിയ മോഡൽസ്, ഒരു പ്രൊഡക്റ്റിന്റെ പുതിയ മോഡൽസ് കൊണ്ടുവരുന്നത്. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നാലാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ് ആണ്. അതായത് പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫേം മാർക്കറ്റ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഇൻ വേരിയസ് ഷേപ്സ് ആൻഡ് സൈസസ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റ് ഈസ് കോൾഡ് പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ് സ്ട്രാറ്റജി. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ് സ്ട്രാറ്റജി എന്നുള്ളത് ചോദിക്കാം. അതായത് ഫേം എന്ത് ചെയ്യാണ്? മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്റ്റ് വേരിയസ് ഷേപ്പില്, സൈസസിൽ കൊണ്ടുവരികയാണ്. പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ദ ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റ്. അതായത് ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വേരിയസ് ഷേപ്പിൽ അല്ലെങ്കിൽ സൈസിൽ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീ ഉണ്ട്, അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ഒക്കെ, അത് നമ്മൾക്ക് ഡിഫറെന്റ് പാക്കറ്റ്സിൽ വേരിയിങ് സൈസസിൽ അവൈലബിൾ ആണ്, അല്ലെ? ഒരു ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഒരു വലിയ ഫാമിലിക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അല്ലെ? അതിനെയാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു സൈസിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എൻറ്ററിങ് ന്യൂ മാർക്കറ്റ് സെഗ്മെന്റ്. അതായത് ആസ് എ പാർട്ട് ഓഫ് മാർക്കറ്റ് എക്സ്പാൻഷൻ ദ കമ്പനി മേ എൻറ്റർ ന്യൂ മാർക്കറ്റ് സെഗ്മെന്റ്. ഇപ്പോൾ ഒരു മാർക്കറ്റ് എക്സ്പാൻഷന്റെ പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ മാർക്കറ്റ് എന്ത് ചെയ്യാൻ? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കമ്പനിക്ക് പുതിയ മാർക്കറ്റ് സെഗ്മെന്റുകളെ എന്ത് ചെയ്യാൻ? കൊണ്ടുവരാം. അപ്പോൾ ഇൻ ഓർഡർ ടു വൈഡൻ ദ മാർക്കറ്റ് ദ കമ്പനി ഷാൽ എൻറ്റർ അൺടാപ്ഡ് ആൻഡ് ന്യൂ മാർക്കറ്റ്. അതായത് ഈ ഒരു മാർക്കറ്റ് എന്ത് ചെയ്യാനായിട്ട്? വൈഡൻ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പുതിയ മാർക്കറ്റ് സെഗ്മെന്റുകൾ എന്ത് ചെയ്യാം? ഇതിൽ എൻ്റർ ചെയ്യിക്കാം എന്നുള്ളതാണ്.
ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് ദ ഗ്രോത്ത് സ്റ്റേജ് സക്സസ്ഫുൾ കമ്പനീസ് മേ ട്രൈ ടു കൺവിൻസ് ദ കസ്റ്റമേഴ്സ് ദാറ്റ് ദെയർ പ്രൊഡക്റ്റ് ആർ സുപ്പീരിയർ. ദിസ് ഇസ് ഡൺ ബൈ യൂസിങ് ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസ്, ഡിഫറെൻറ്റ് ഡിസൈൻ, യുണീക്ക് കളേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ്. അല്ലെങ്കിൽ ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഗ്രോത്ത് സ്റ്റേജ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യാണ്, കമ്പനീസ് ട്രൈ ചെയ്യാണ് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് കമ്പനീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് അവരുടെ പ്രൊഡക്റ്റിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. അതായത് അവർ പല ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈനുകൾ യൂസ് ചെയ്യുക, യൂണിക് കളേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ആളുകൾക്ക് കൺവീനിയൻസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സിന്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് എന്ത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനീസ് മേ ട്രൈ ടു കൺവീൻസ് ദ കസ്റ്റമേഴ്സ് ദാറ്റ് ദെയർ പ്രൊഡക്റ്റ് ആർ സുപ്പീരിയർ. അവരുടെ പ്രൊഡക്റ്റ് സുപ്പീരിയർ എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാണ് കൺവീൻസ് ചെയ്യാണ്. അതായത് അത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിമിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസൈനിലോ അല്ലെങ്കിൽ യുണീക്ക് കളേഴ്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ എന്ത് ചെയ്തിട്ടാണ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തുന്നത്. അപ്പോൾ അതാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇതൊരു സ്ട്രാറ്റജിയാണ്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ്ഡ് പാക്കേജിംഗ് ആണ്. ഇംപ്രൂവ്ഡ് പാക്കേജിംഗിൽ പറയുന്നത് പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് പാക്കേജിംഗ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്, ഇറ്റ് ഷുഡ് ബി മോർ ഇൻഫോർമേറ്റീവ്. ആ ഒരു പാക്കേജിൽ കൂടുതൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിൽ കൂടുതൽ ഇൻഫോർമേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആ പാക്കേജ് എന്ന് പറയുന്നത് ഷുഡ് ബി മോർ ഇൻഫോർമേറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഇംപ്രൂവ്ഡ് പാക്കേജിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് മെയിനായിട്ട് ഈ പറഞ്ഞതൊക്കെയാണ് ഉള്ളത്. അതായത് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ്, ന്യൂ മോഡൽസ്, പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ്, അതുപോലെ തന്നെ എൻറ്ററിങ് ന്യൂ മാർക്കറ്റ് സെഗ്മെൻറ്റ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് പാക്കേജിംഗ്. ഇനി നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജി പറയുന്നത് പ്രൈസ് സ്ട്രാറ്റജിയാണ്. അതായത് പ്രൈസ് സ്ട്രാറ്റജീസിൽ ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് with regards to price, the company can adopt the following strategies during the growth stage. താഴെ പറയുന്ന സ്ട്രാറ്റജീസ് ആണ് ഗ്രോത്ത് സ്റ്റേജിൽ പ്രൈസ് സ്ട്രാറ്റജീസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ്. സ്കിമ്മിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രീമിയം പ്രൈസിങ് സ്ട്രാറ്റജി എന്നും കൂടെ ഇതിനെ പറയുന്നുണ്ട്. അതായത് ഇഫ് ദ ഫേം ഹാസ് അഡോപ്റ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി ഡ്യൂറിങ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. അതായത് ഒരു ഫേം എന്ത് ചെയ്യാണ് പെനട്രേഷൻ സ്ട്രാറ്റജി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദ കമ്പനി ക്യാൻ റേസ് ദ പ്രൈസ് ടു സം എക്സ്റ്റെൻറ്റ്. ദിസ് ഇസ് ഡൺ ഓൺലി ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് ക്ലിക്ക്ഡ് ഇൻ ദ മാർക്കറ്റ്. അതായത് കമ്പനിക്ക് എന്ത് ചെയ്യണം അവരുടെ പ്രൈസ് കൂട്ടണമെങ്കിൽ അത് എങ്ങനെയാണ് നടക്കുകയുള്ളൂ, അവരുടെ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് ക്ലിക്കായാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് സ്കിമ്മിങ് സ്ട്രാറ്റജി പറയുന്നത്. ദെൻ പെനട്രേഷൻ സ്ട്രാറ്റജി ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കാം. അതായത് ഇഫ് ദ ഫേം യൂസ്ഡ് പ്രൈസ് സ്കിമ്മിങ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൈസ് സ്കിമ്മിങ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് മേ സ്വിച്ച് ടു ലോ പെനട്രേഷൻ വെൻ എ ലാർജ് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് അപ്പിയർ ടു റെഡ്യൂസ് ദ പ്രൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആസ് മോർ ആൻഡ് മോർ കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ദ മാർക്കറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ പ്രൈസ് സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ് അതായത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് മേ സ്വിച്ച് ടു ലോ പെനട്രേഷനിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ സ്വിച്ച് ചെയ്യണം. ഒരു ലാർജ് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഈ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഓർ റെഡ്യൂസ് ദ പ്രൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രൈസ് റെഡ്യൂസ് ചെയ്യാം. ആസ് മോർ ആൻഡ് മോർ കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ദ മാർക്കറ്റ്, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പെനട്രേഷൻ സ്ട്രാറ്റജിയിൽ പറയുന്നത്. ദെൻ പാരിറ്റി പ്രൈസിംഗ് ആണ്. പാരിറ്റി പ്രൈസിംഗിൽ വരുന്നത് ഡ്യൂറിങ് ദ ഗ്രോത്ത് സ്റ്റേജ് ദ കമ്പനി ക്യാൻ അഡോപ്റ്റ് പാരിറ്റി പ്രൈസിംഗ്. ഒരു ഗ്രോത്ത് സ്റ്റേജിൽ കമ്പനിക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാം പാരിറ്റി പ്രൈസിംഗ് അഡോപ്റ്റ് ചെയ്യാം. പാരിറ്റി പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഈസ് ദ സെറ്റ് ഇൻ ലൈൻ വിത്ത് ദ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസസ്, അതായത് ചാർജിങ് ദ സെയിം പ്രൈസ് ആസ് ഈസ് ചാർജ്ഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. അതായത് കോമ്പറ്റീറ്റേഴ്സ് ചാർജ് ചെയ്യുന്ന സെയിം പ്രൈസ് തന്നെ ചാർജ് ചെയ്യുന്നതിനെയാണ് പ്രൈസിങ് അല്ലെങ്കിൽ പാരിറ്റി പ്രൈസിംഗ് എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റേഴ്സ് ഏത് പ്രൈസാണ് ചാർജ് ചെയ്യുന്നത് അതേ പ്രൈസ് തന്നെ നമ്മളെ കമ്പനിയും എന്ത് ചെയ്യുക ചാർജ് ചെയ്യാം. അപ്പോൾ അതിനെയാണ്
പാരിറ്റി പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്കിമ്മിങ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ പെനട്രേഷൻ സ്ട്രാറ്റജി, പാരിറ്റി പ്രൈസിങ്. ഗ്രോത്ത് സ്റ്റേജിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പാരിറ്റി പ്രൈസിങ് ആണ്. കാരണം അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോമ്പറ്റീറ്റേഴ്സ് ഏത് പ്രൈസ് ആണോ ചാർജ് ചെയ്യുന്നത് ആ സെയിം പ്രൈസ് തന്നെയാണ് നമ്മുടെ കമ്പനിയും ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റേജാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് പറയുന്നത് ഡ്യൂറിങ് ഗ്രോത്ത് സ്റ്റേജ് കമ്പനി ഷാൽ അപ്ലൈ ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ. കമ്പനി ഈ 2 സ്ട്രാറ്റജീസ് ആണ് മെയിനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ദിസ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ പ്രൊഡക്റ്റ് ത്രൂ സെവറൽ ഔട്ട്ലെറ്റ്സ്. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് അവൈലബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ ഒരു ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ പ്രൊഡക്റ്റ് ത്രൂ സെവറൽ ഒരുപാട് ഔട്ട്ലെറ്റുകളിലൂടെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മാക്സിമൈസ് ദ അവൈലബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ഔട്ട്ലെറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്താന്ന് നോക്കാം. അണ്ടർ ദിസ് സ്ട്രാറ്റജി ദ കമ്പനി സ്റ്റാർട്ട് ഇറ്റ്സ് ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഫോർ പ്രൊമോട്ടിംഗ് സെയിൽസ് ആൻഡ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് ഈ ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം കമ്പനീസ് അവരുടേതായിട്ടുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ്സുകൾ എന്ത് ചെയ്യും, തുറക്കും. എന്നിട്ട് അത് അവരുടെ സെയിൽസ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിയൽ അല്ലെങ്കിൽ ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. അതാണ് അങ്ങനെ 2 ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ആണ് മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, പ്രൊഡക്റ്റ് സെവറൽ ഔട്ട്ലെറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓൺ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കമ്പനി തന്നെ അവരുടെ ദെയർ ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് അവരുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് 3 തന്നെയാണുള്ളത്. പ്രൊമോഷൻ സ്ട്രാറ്റജി ഡ്യൂറിംഗ് ദിസ് ഗ്രോത്ത് സ്റ്റേജ് ദ ഫോളോവിങ് സ്ട്രാറ്റജീസ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ പ്രൊമോഷൻ. അതിലൊന്നാമത് പറയുന്നതാണ് പ്രൊഡക്റ്റ് കൺവിക്ഷൻ. അതായത് പ്രൊഡക്റ്റ് കൺവിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ദ എംഫസിസ് ഈസ് ഷിഫ്റ്റഡ് ഫ്രം പ്രൊഡക്റ്റ് അവയർനെസ് ഓഫ് ദ പ്രൊഡക്റ്റ് കൺവിക്ഷൻ ഓർ പ്രൊഡക്റ്റ് പ്രിഫറൻസ്. അതായത് ഇത് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റ് അവയർനെസ്സിൽ നിന്നും പ്രൊഡക്റ്റ് കൺവിൻഷനിലേക്കോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രിഫറൻസിലേക്കോ ആയിട്ട് മാറ്റുന്നുണ്ട്. അതായത് കമ്പനി മേക്ക് എഫേർട്സ് ടു കൺവിൻസ് ദ ബയേഴ്സ്. കമ്പനി ഒരു കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ബയേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സുകൾ എടുക്കണം. ദാറ്റ് ഈസ് പ്രൊഡക്ട്സ് ആർ സുപ്പീരിയർ കമ്പയർഡ് ടു അതർ ബ്രാൻഡ്സ് ത്രൂ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിലൂടെ എന്ത് ചെയ്യാണ്, പറയുകയാണ് നമ്മുടെ അതർ ബ്രാൻഡിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സുപ്പീരിയർ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യാണ്, കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ബയേഴ്സിനെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൺവിൻഷൻ എന്നുള്ള സ്റ്റേജിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ ചെയ്യുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് യുണീക്ക് പ്രൊഡക്റ്റ് പൊസിഷനിങ് ആണ്. ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം യുണീക്ക് പൊസിഷനിങ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ യൂസ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിലൂടെ എന്ത് ചെയ്യാണ്, ഒരു യുണീക്ക് പൊസിഷനിങ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് യുണീക്ക് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബ്രാൻഡ് ഇമേജ്. ബ്രാൻഡ് ഇമേജിൽ വരുന്നത് ഗ്രേറ്റർ എഫേർട്സ് ആർ മെയ്ഡ് ടു ക്രിയേറ്റ് ബ്രാൻഡ് ഇമേജ് ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി. അതായത് ഒരു ബ്രാൻഡ് ലോയൽറ്റിയും അതുപോലെ തന്നെ ബ്രാൻഡ് ഇമേജും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറയുന്നത് എന്താണ്, ഒരു ഗ്രേറ്റ് എഫേർട്ടാണ്. സോ ഹെവി അഡ്വർടൈസിങ് ഈസ് യൂസ്ഡ് ടു സ്റ്റിമുലേറ്റ് സെയിൽസ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹെവി അഡ്വർടൈസ്മെന്റ് ആവശ്യമാണ്. സെയിൽസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി അഡ്വർടൈസ്മെന്റ് ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രൊമോഷൻ സ്ട്രാറ്റജീസിൽ വരുന്നത്. മെയിനായിട്ട് ഏതൊക്കെയാണ് പറഞ്ഞത്, പ്രൈസ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി പറഞ്ഞു, അതുപോലെ തന്നെ പ്രൊമോഷൻ സ്ട്രാറ്റജി പറഞ്ഞു, ദെൻ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേജിലുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി സ്റ്റേജ് ആണ്. അപ്പോൾ നമുക്കറിയാം മെച്യൂരിറ്റി സ്റ്റേജ് ഈ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ 3ാമത്തെ സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 സ്റ്റേജസ് ഡിസ്കസ് ചെയ്തു, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് അതുപോലെ തന്നെ ഗ്രോത്ത് സ്റ്റേജ്. അതിൽ അഡോപ്റ്റ് ചെയ്യേണ്ട എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ കമ്പനി എന്തൊക്കെ ഈ ഒരു സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം.
അതിൽ ഒന്നാമത് പറയുന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് മെയിനായിട്ട് അഡോപ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മാർക്കറ്റ് മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒന്നാണ് മാർക്കറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസംഷൻ ഇൻക്രീസ് ചെയ്യാൻ ആയിട്ട്, ഈ ഒരു മാർക്കറ്റിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് ന്യൂ യൂസേഴ്സ് ആണ്, അതുപോലെ തന്നെ ന്യൂ മാർക്കറ്റ് സെഗ്മെന്റ്, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് യൂസേജ് അമംഗ് പ്രസന്റ് കസ്റ്റമേഴ്സ്. അപ്പോൾ പുതിയ യൂസേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് സെഗ്മെന്റ് കൊണ്ടുവരിക, അതുപോലെ തന്നെ പ്രസന്റ് കസ്റ്റമേഴ്സിന്റെ യൂസേജ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എന്ത് ചെയ്തിരിക്കണം, മാർക്കറ്റ് മോഡിഫിക്കേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HUL, അതായത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എന്ത് ചെയ്യാണ്, അവരുടെ സ്കിൻ ക്രീമിന്റെ സെയിൽ ഇൻക്രീസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അവർ ഇറക്കുന്ന സ്കിൻ ക്രീം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് ലവ്ലി ഇറക്കുന്നുണ്ട്. അത് എന്താണ്, ഫോർ വുമൺ ആണ് അല്ലേ, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ചെയ്തത്, ആ ഒരു സ്കിൻ ക്രീം എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ബൈ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ വേർഷൻ, അതിന്റെ തന്നെ ഒരു പുതിയ വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഫെയർ ആൻഡ് ഹാൻസം ഫോർ മെൻ. അതായത് ഫെയർ ആൻഡ് ഹാൻസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു വേർഷൻ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, മെന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, അവരത് പുതിയൊരു മാർക്കറ്റ് സെഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ പുതിയ യൂസേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റ് മോഡിഫിക്കേഷൻ നടത്തുന്നത്. അതിലൂടെയാണ് കൺസംഷൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഫസ്റ്റ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് മോഡിഫിക്കേഷൻ നടത്തി, അതേപോലെ തന്നെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യണം, മോഡിഫിക്കേഷൻസ് നടത്തണം. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് കൺസംഷൻ ആൻഡ് ടു അട്രാക്ട് മോർ യൂസേഴ്സ്, കൺസംഷൻ ഇൻക്രീസ് ചെയ്യാനും കൂടുതൽ യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് എ കമ്പനി മേ അറ്റംപ്റ്റ് ടു പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപ്രൂവ്മെന്റ്സ്. അതായത് ഈ ഒരു കമ്പനി എന്ത് ചെയ്തിരിക്കണം, ചില പ്രൊഡക്റ്റിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സിന് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് നൽകണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ക്വാളിറ്റി ആണ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ആണ്, സ്റ്റൈലാണ് അല്ലെ, അതിന്റെ സ്റ്റൈൽസിൽ അതിൽ പാക്കേജിങ് വരും, അതിന്റെ അപ്പിയറൻസ് വരും, കളർ വരും. അതൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് പ്രൊഡക്റ്റ് മോഡിഫിക്കേഷനിലൂടെ പറയുന്നത്. സോ അത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ലൈൻ എന്ത് ചെയ്യുക, ബ്രോഡൻ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇന്നോവേഷൻ. ഇന്നോവേഷനിൽ പറയുന്നത് ഇൻ ഓർഡർ ടു ടാക്കിൾ കോമ്പറ്റീഷൻ company shall go after innovation, company try to introduce a new products. അപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറയുന്നത് ഇന്നോവേഷൻ, പുതിയ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോകണം. അതായത് കമ്പനി ട്രൈ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്ട്സ് അല്ലെ, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെക്കാൾ നല്ല പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ ഇറക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നോവേഷൻ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ കമ്പനി ട്രൈ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്ട്സ്, അതായത് കസ്റ്റമേഴ്സ് ഓൾവേസ് റൺ ആഫ്റ്റർ ന്യൂ പ്രൊഡക്ട്സ് അല്ലെ, പുതിയ പ്രൊഡക്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് അതിന്റെ പിന്നാലെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആൻഡ് റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. അപ്പോൾ പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ നിലവിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ സിമിലർലി പ്രൊഡക്റ്റ് മേ ബി പ്രസന്റഡ് ഇൻ ന്യൂ കളേഴ്സ്, ഫ്ലേവേഴ്സ്, ഇൻഗ്രീഡിയൻസ് ആൻഡ് പാക്കേജസ്. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കളറിൽ അല്ലെങ്കിൽ പുതിയ ഒരു ഫ്ലേവറിൽ, ഇൻഗ്രീഡിയൻസിൽ അല്ലെങ്കിൽ പാക്കേജസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടും പുതിയ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഇന്നോവേഷനിൽ പറയുന്നത്. അപ്പോൾ അതൊരു സ്ട്രാറ്റജിയാണ്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അതായത് സം കമ്പനീസ് ഡൈവേഴ്സിഫൈ ദെയർ ആക്ടിവിറ്റീസ് ടു ടാക്കിൾ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കമ്പനീസ് എന്ത് ചെയ്യും, അവരുടെ ആക്ടിവിറ്റീസ് ഡൈവേഴ്സിഫൈ ചെയ്യാം. അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ കമ്പനീസ് ക്യാൻ എൻ്റർ ഇൻ ടു സം അതർ ബിസിനസ് ഫീൽഡ്. ഈ ഒരു കമ്പനീസ് എന്ത് ചെയ്യാണ്, മറ്റ് ബിസിനസ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. മറ്റ് ബിസിനസ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയും ദ ന്യൂ ബിസിനസ് ഫീൽഡ് മേ ബി റിലേറ്റഡ് ഓർ അൺറിലേറ്റഡ് ടു ദ എക്സിസ്റ്റിംഗ് ബിസിനസ്. ആ ഒരു പുതിയ ഒരു ബിസിനസ് ഫീൽഡ് ചിലപ്പോൾ റിലേറ്റഡ് ആയിരിക്കാം, അവർ ഓൾറെഡി ഉള്ള ആ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺറിലേറ്റഡ് ആയിരിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്, എക്സിസ്റ്റിംഗ് ബിസിനസ് അൺറിലേറ്റഡ് ആയിരിക്കും. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവർ ചില കോമ്പറ്റീഷനിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, അതിനേക്കാൾ മുന്നിലെത്താൻ വേണ്ടിയിട്ട് അവരവരുടെ ബിസിനസ്സിനെ മറ്റ് ഫീൽഡിലേക്ക് കൂടെ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിയെ മറ്റ് ഫീൽഡിലേക്ക് കൂടെ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പോൾ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ITC കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ITC എന്ന് പറയുന്നത് പണ്ട് അത് എന്തായിരുന്നു, സിഗരറ്റ് മാനുഫാക്ചറിങ് കമ്പനീസ് ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവരുടെ കോർ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, സിഗരറ്റ് മാനുഫാക്ചർ ആണ്. അത് അവരെന്ത് ചെയ്തു, FMCG പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് മാറി. അതായത് നോൺ സിഗരറ്റ്സ്, അതായത് FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെയായിരിക്കും, ഫുഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പേഴ്സണൽ കെയർ, എഡ്യൂക്കേഷൻ, സ്റ്റേഷനറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ഉള്ള ഒരു പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്ന കമ്പനിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അവരുടെ ബിസിനസ് ഉണ്ട് അല്ലെ, അതിൽ അവർ കമ്പനീസ് എന്ത് ചെയ്യുക, മറ്റ് ഒരു ബിസിനസ് ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ITC എന്നുള്ള കമ്പനിയുടെയാണ്. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. പ്രൈസിങ് സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് ആണ് പറയുന്നത് കീപ്പിംഗ് ദ പ്രൈസ് റീച്ച്ഡ് ആണ്. അതായത് if oligopolistic conditions prevail, it is desirable to keep the price rigid. അതായത് do not raise or cut the price. ഇപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിൽ എന്താണ്, ഒരു ഒളിഗോപോളിസ്റ്റിക് കണ്ടീഷൻസ് ആണ് ഉള്ളതെങ്കിൽ ഇറ്റ് ഈസ് ഡിസയർ ടു കീപ്പ് ദ പ്രൈസ് റിജിഡ്. അവരുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് റിജിഡ് ആക്കി വെക്കുകയാണ് നല്ലത് എന്നുള്ളതാണ്. അതായത് കൂട്ടും ചെയ്യരുത്, അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യരുത്, കട്ട് ചെയ്യരുത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പ്രൈസ് എന്ത് ചെയ്യാണ്, പ്രൈസ് ഒരിക്കലും കൂട്ടരുത്, അതുപോലെ തന്നെ കട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്യാണ്, പ്രൈസ് കീപ്പ് ചെയ്ത് പോവുക. അതാണ് ഈ ഒരു റിജിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വഴങ്ങാത്ത അല്ലെ, അങ്ങനെയാണ് കീപ്പിംഗ് ദ പ്രൈസ് റിജിഡ്. അത് ഒരു അനക്കവും സംഭവിക്കാതെ തന്നെ അതിന് വെക്കുക എന്നുള്ളതാണ്. സോ അതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. അതായത് ഈ കണ്ടീഷൻസ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എക്സിസ്റ്റ്. ഇപ്പോൾ അവിടെ ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ മാർക്കറ്റർ ഷുഡ് സെറ്റ് ദെയർ പ്രൈസസ് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് റാദർ ദാൻ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. അപ്പോൾ ആ ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ മാർക്കറ്റർ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് അവരുടെ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, റാദർ ദാൻ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് അല്ലാതെ അവരുടെ കോസ്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനേക്കാൾ എന്ത് ചെയ്യാണ് അവർ ബേസ് ചെയ്യുന്നത് അവരുണ്ടാക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് റൈസിങ് പ്രൈസസ് ആണ്. അതായത് സംടൈംസ് മാർക്കറ്റ് റൈസസ് പ്രൈസ് ത്രൂ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ഓർ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ചില സമയങ്ങളിൽ മാർക്കറ്റർ എന്ത് ചെയ്യാം, പ്രൈസ് റൈസ് ചെയ്യാം. പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് നടത്തുമ്പോഴും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തുമ്പോഴും എന്ത് ചെയ്യാം, ഈ ഒരു എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, റൈസ് ചെയ്യാവുന്നതാണ്. അതാണ് നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ കട്ടിംഗ് പ്രൈസസ് ആണ്. അതായത് ഇഫ് ദ പ്രൊഡക്റ്റ് ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്. ഈ ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണെങ്കിൽ, അതായത് മാർക്കറ്റ് ഈസ് പ്രൈസ് സെൻസിറ്റീവ് ആണെങ്കിൽ കമ്പനി മേ റെഡ്യൂസ് ദ പ്രൈസ്. കമ്പനി എന്ത് ചെയ്യാം, ആ ഒരു പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയും വിത്ത് എ വ്യൂ ടു ഇൻക്രീസ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ പ്രൈസ് റിഡക്ഷൻ ഈസ് ജനറലി മെയ്ഡ് വെൻ കോമ്പറ്റീഷൻ ഈസ് ഹൈ. ഈ ഒരു പ്രൈസ് റിഡക്ഷൻ ജനറലി നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്, കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കുന്ന സമയത്താണ്. ഒരു പ്രൈസ് വാർ അല്ലെ, അറ്റ് ദ സെയിം ടൈം അവോയ്ഡ് ഒരു പ്രൈസ് വാർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈസ് കട്ടിംഗ് പ്രൈസസ് ഇവിടെ ചെയ്യുന്നത്. അതായത് പ്രൈസ് റിഡക്ഷൻ ഈസ് ജനറലി മെയ്ഡ് വെൻ കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കുമ്പോഴാണ് പ്രൈസ് റിഡക്ഷൻ നടത്തുന്നത്. പ്രൊഡക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ ദ കമ്പനി മേ റെഡ്യൂസ് ദ പ്രൈസ്. അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്, പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അടുത്തതായി പറയുന്ന ഒരു സ്ട്രാറ്റജി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഈ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ എന്തൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ആണ് ഉള്ളത് നോക്കാം. അതിലൊന്നാമത് മോർ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഡ്യൂറിങ് മെച്യൂരിറ്റി സ്റ്റേജ് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും. മെച്യൂരിറ്റി സ്റ്റേജ് എത്തുമ്പോൾ അവിടെ ഒരു സെയിൽസിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ടു പ്രൊമോട്ട് സെയിൽസ് കമ്പനീസ് അറ്റംപ്റ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് പ്രോഡക്റ്റ് ത്രൂ മെനി ഔട്ട്ലെറ്റ്സ് ആസ് പോസിബിൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പനീസിന് ഒരുപാട് പേർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാട് ഔട്ട്ലെറ്റുകളിലൂടെ ഇത് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് മോർ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
അതായത് സെയിൽസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പ്രൊഡക്ട്സ് ഒരുപാട് ഔട്ട്ലെറ്റ്സിലൂടെ അവർക്ക് പോസിബിൾ ആവുന്ന രീതിയിൽ ഒരുപാട് ഔട്ട്ലെറ്റ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, അതായത് ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്ന് പറയുന്നത് കമ്പനി ക്യാൻ ട്രൈ ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഫോർ എക്സ്പാൻഡിങ് ദ മാർക്കറ്റ്. കമ്പനി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ടൈപ്പ് ഓഫ് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പുതിയ ഏതെങ്കിലും ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അവൈലബിൾ ആണോ, അതിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എന്ത് ചെയ്യും, കമ്പനി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ദെൻ പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് ലോഞ്ചിങ് എ ബെറ്റർ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ. അതായത് ഇൻ ഓർഡർ ടു സ്റ്റിമുലേറ്റ് സെയിൽസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യാണ്, ബെറ്റർ അഡ്വർടൈസിങ് ക്യാമ്പയിനുകളൊക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ അഗ്രസീവ് സെയിൽസ് പ്രൊമോഷൻ, അതായത് കമ്പനി മേ യൂസ് അഗ്രസീവ് സെയിൽസ് പ്രൊമോഷൻ സച്ച് എസ് ട്രേഡ് ഡീല്, പ്രൈസ് ഓഫ്, പ്രീമിയം, ഗിഫ്റ്റ്, കോൺടെസ്റ്റ് എക്സെട്ര. അതായത് ഒരു അഗ്രസീവ് സെയിൽസ് പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കാം. കമ്പനി കൂടുതലായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻസ് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് പ്രൈസ് ഓഫ് ആയിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പ്രീമിയത്തിന് ഗിഫ്റ്റുകൾ, കോൺടെസ്റ്റുകളൊക്കെ വെച്ചിട്ട്. സോ ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ബിൽഡ് ലോയൽ കസ്റ്റമേഴ്സ് ആൻഡ് ടു ഗെറ്റ് കോമ്പറ്റീറ്റേഴ്സ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ലോയൽ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കുക, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിന്റെ അല്ലെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ലഭിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ സർവീസ് ആണ്. അതായത് ദ ഫേം ഓഫർ സ്പെഷ്യൽ കസ്റ്റമർ സർവീസ് ലൈക്ക് കസ്റ്റമർ ഫിനാൻസ്, ക്രെഡിറ്റ് ഫെസിലിറ്റി, ഹോം ഡെലിവറി, ആഫ്റ്റർ സെയിൽ സർവീസ്, മെയിൻ്റനൻസ് ആൻഡ് വാറണ്ടി ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ സർവീസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് കൂടുതൽ ഈ ഒരു ഫിനാൻസ് ലൈക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഹോം ഡെലിവറി, ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് കസ്റ്റമർ സർവീസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. അതായത് അനദർ സ്ട്രാറ്റജി ഈസ് ടു ഇൻക്രീസ് സെയിൽസ്, പീപ്പിൾ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് സെയിൽസ് ത്രൂ ട്രെയിനിങ്. അതായത് ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത്, സെയിൽസ് പീപ്പിളിന് കൂടുതൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ആ ഒരു സെയിൽസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സെയിൽസ് എന്ത് ചെയ്യാൻ ഇൻക്രീസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് പേഴ്സണൽ സെല്ലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഇൻക്രീസ് ദ സെയിൽസ് പീപ്പിളിനെ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് സെയിൽസ് പീപ്പിൾ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, ട്രെയിനിങ്ങിലൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതാണ് പേഴ്സണൽ സെല്ലിംഗ്. ദെൻ എൻറ്ററിങ് ന്യൂ സെഗ്മെന്റ് ആണ്. ന്യൂ സെഗ്മെന്റ്സ് ഷുഡ് ബി ഐഡന്റിഫൈഡ് ആൻഡ് ടാർജറ്റഡ്. അതായത് പുതിയ ഒരു സെഗ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അത് ടാർജറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വരുന്ന ഒരു സ്റ്റേജ് ആണ് ഡിക്ലൈൻ സ്റ്റേജ്. അപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലൊന്ന് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് ആണ്. ഏതൊക്കെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് ആണുള്ളത് നോക്കാം. അപ്പോൾ അതിലൊന്നാമത് വരുന്നത് മെയിൻറ്റെയിൻ ആണ്. മെയിൻറ്റെയിനിൽ പറയുന്നത് അവർ ഹോപ്പ് ചെയ്യാണ് കോമ്പറ്റീഷൻ ആ ഒരു ലാസ്റ്റ് ഡിക്ലൈൻ സ്റ്റേജ് എത്തുമ്പോഴേക്കും കോമ്പറ്റീഷൻ ഡ്രോപ്പ് ഔട്ട് ആവും എന്ന് എന്ത് ചെയ്യുന്നു, ഹോപ്പ് ചെയ്യാണ്. സോ ദ കമ്പനി ഡിസൈഡ് ടു കണ്ടിന്യൂ വിത്ത് ദ പ്രൊഡക്റ്റ്. അതായത് ആ പ്രൊഡക്റ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, അവർ ഡിസൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ P&G സ്റ്റേഡ് ഇൻ ദ ഡിക്ലൈനിങ് ലിക്വിഡ് സോപ്പ് ബിസിനസ് ആൻഡ് ഇംപ്രൂവ്ഡ് ഇറ്റ്സ് പ്രോഫിറ്റ് ആസ് അതേഴ്സ് വിഡ്രോ. അതായത് ആ ഒരു P&G എന്നുള്ള കമ്പനി എന്ത് ചെയ്യണം, അവരുടെ ഒരു ഡിക്ലൈനിങ് ലിക്വിഡ് സോപ്പ് ബിസിനസ് എന്ത് ചെയ്തു, ലിക്വിഡ് സോപ്പ് ബിസിനസ് അവർ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇംപ്രൂവ് ചെയ്യുകയും ബിസിനസ് ആൻഡ് ഇംപ്രൂവ്ഡ് ഇറ്റ്സ് പ്രോഫിറ്റ്സ്, അവരുടെ പ്രോഫിറ്റ്സ് എന്ത് ചെയ്യുകയും ഇംപ്രൂവ് ചെയ്യുകയും അതേഴ്സ് മറ്റുള്ളവർ വിഡ്രോ ചെയ്തപ്പോൾ അവരുടെ പ്രോഫിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ബിസിനസ്സുമായിട്ട് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് മെയിൻറ്റെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു ഹോപ്പാണ്, കോമ്പറ്റീഷൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യും എന്നുള്ള ഒരു ഹോപ്പാണ് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്ന് എന്ത് ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്യുകയാണ്. ദെൻ രണ്ടാമത് പറയുന്നതാണ് ഹാർവെസ്റ്റ്. അപ്പോൾ ദിസ് ഇസ് ദ സ്ട്രാറ്റജി ഓഫ് റിഡ്യൂസിങ് ദ ഓവറോൾ കോസ്റ്റ്. അതായത് ഓവറോൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്, അഡ്വർടൈസിങ്, സെയിൽസ് ഫോഴ്സ്, അതൊക്കെയാണ് ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് സെയിൽസ് വിൽ ബി പ്രോഫിറ്റബിൾ ഫോർ സം ടൈം ടു കം. അതായത് എന്നിട്ട് ഹോപ്പ് ചെയ്യുകയാണ് സെയിൽസ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ളത് എന്ത് ചെയ്തു, ഹോപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ കോസ്റ്റ് എന്ത് ചെയ്യുകയാണ്, റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണ്. എക്സാമ്പിൾ
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് അംബാസഡർ കാർസ്. ഇപ്പോൾ അംബാസഡർ കാർസ് ഉണ്ട്, അപ്പോൾ അവർ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ത് ചെയ്യാണ്, അത് കണ്ടിന്യൂസ് ടു പ്രൊഡ്യൂസ് ചെയ്യുക, അത്തരം കാറുകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഹാർവസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാർവസ്റ്റ് എന്നുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരവരുടെ കോസ്റ്റ് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ സെയിൽസ് പ്രോഫിറ്റബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് റീപാക്കിംഗ് ഓർ റീമാർക്കറ്റിംഗ് ദ പ്രൊഡക്റ്റ് ആണ്. അതായത് ഫോർ റിവ്യൂവിംഗ് ദ പ്രൊഡക്റ്റ് ദ കമ്പനി മേ പുട്ട് പ്രൊഡക്റ്റ് ഇൻ എ ന്യൂ ആൻഡ് അട്രാക്റ്റീവ് പാക്കറ്റ്സ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ റിവൈവ് ചെയ്യുന്ന സമയത്ത് കമ്പനി അവരുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ പുതിയതും അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കറ്റുകളും ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പഴയ ഒരു പാക്കറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് പുതിയ പാക്കറ്റായിട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇറ്റ് മേ മോഡിഫൈ ദ ഡിസൈൻ ഓർ ആഡ് ന്യൂ ഫീച്ചേഴ്സ്. അവരുടെ ഡിസൈൻ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, പുതിയ ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്യുക ഒരു പ്രൊഡക്റ്റിൽ. എന്നിട്ട് അത് എന്ത് ചെയ്യും, അതിൻ്റെ റീമാർക്കറ്റ് ഇറ്റ്, അത് എന്ത് ചെയ്യും, റീമാർക്കറ്റ് ചെയ്യും. സോ ദ ഫേം റീപൊസിഷൻ ദ പ്രൊഡക്റ്റ്. ആ ഒരു ഫേം എന്ത് ചെയ്തും ആ ഒരു പ്രൊഡക്റ്റിനെ റീപൊസിഷൻ ചെയ്യും എന്നുള്ളതാണ് റീപാക്കിംഗ് ആൻഡ് റീമാർക്കറ്റിംഗ് ദ പ്രൊഡക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെ വരുന്നതാണ് ഡൈവേഴ്സിറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ദി സ്ട്രാറ്റജി ഓഫ് സെല്ലിംഗ് ദ ബ്രാൻഡ് ടു അനദർ കമ്പനി. അതായത് ബ്രാൻഡ് എന്ത് ചെയ്യാണ്, വേറൊരു കമ്പനിക്ക് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ദ ബയ്യർ ക്യാൻ റൺ ദ കമ്പനി വിത്ത് എ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൈവേഴ്സിറ്റിംഗ് സ്ട്രാറ്റജീസിലൂടെ ചെയ്യുന്നത് നമ്മളുടെ ആ ബ്രാൻഡിനെ മറ്റൊരു കമ്പനിക്ക് എന്ത് ചെയ്യും, നമ്മൾ സെല്ല് ചെയ്യും. അപ്പോൾ അവർ എന്ത് ചെയ്യും, ആ പ്രോഫിറ്റ് ഉള്ള കമ്പനി എന്ത് ചെയ്യും, ആ ഒരു പ്രോഫിറ്റ് ഉള്ള കമ്പനി ആയിരിക്കും ആ ഒരു ബയ്യർ എന്ന് പറയുന്നത്. അത് വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യും, ആ ഒരു കമ്പനിയെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ കൊണ്ടു നടക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡൈവേഴ്സിറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡ്രോപ്പ് ആണ്. ഡ്രോപ്പിൽ ദ ഫൈനൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വിഡ്രോയിങ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്ന് അതെന്ത് ചെയ്യുക, ആ പ്രൊഡക്റ്റിനെ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫൈനൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കാനായിട്ട് ആരും ഇല്ല എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ആരും അതിന് ആവശ്യക്കാരില്ല എന്നറിയുമ്പോൾ ആ ഒരു എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, ഡ്രോപ്പ് എന്ന് പറയുന്നത്. ദെൻ പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ ഏതൊക്കെ പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത് പറയുന്നത് ബ്രേക്ക് ഈവൻ പ്രൈസിങ് ആണ്. അതായത് ഇൻ ഓർഡർ ടു കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ദ പ്രോഡക്റ്റ് ദ ഫേം ക്യാൻ യൂസ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ഇപ്പോൾ അവർക്ക് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ളത് എന്ത് ചെയ്യണം, തുടരണം എന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫേമിന് എന്ത് യൂസ് ചെയ്യണം, ബ്രേക്ക് ഈവൻ പ്രൈസിങ് യൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അണ്ടർ ദിസ് സ്ട്രാറ്റജി ദ ഫേം വിൽ സെറ്റ് എ പ്രൈസ് അറ്റ് എ ലെവൽ ഓഫ് ടോട്ടൽ കോസ്റ്റ്. ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ഫേം എന്ത് ചെയ്യും, ഒരു പ്രൈസ് സെറ്റ് ചെയ്യും, ഒരു ടോട്ടൽ കോസ്റ്റ് പ്രകാരം ഒരു പ്രൈസ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അത് ദർ ഈസ് നെയ്തർ പ്രോഫിറ്റ് ഓർ നോർ ലോസ്. അത് പ്രോഫിറ്റും അല്ല അല്ലെങ്കിൽ ലോസ് അല്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈസ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ദിസ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് ഫിക്സിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്. പല മാർക്കറ്റുകളിലും പല പ്രൈസസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് 2 സ്ട്രാറ്റജീസ് ആണ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉള്ളത്, ബ്രേക്ക് ഈവൻ പ്രൈസിങ്ങും അതുപോലെ തന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷനും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് വൺ പറയുന്നത് റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്സ് ആണ്. അതായത് അണ്ടർ ദി സ്ട്രാറ്റജി അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റ്സ് ആർ സ്റ്റോപ്പ്ഡ്. അതായത് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ഇതുവരെയും ചെയ്തിരുന്നത് എന്താണ്, കൂടുതൽ ഔട്ട്ലെറ്റുകളിലൂടെ സെയിൽസ് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഈ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ ഏതൊക്കെയാണ്, അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി മോർ സെലക്റ്റീവ്. ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് എന്താണ്, കൂടുതൽ സെലക്റ്റീവ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ദെൻ ഡെവലപ്പിംഗ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതായത് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ഫേം ക്യാൻ എൻറ്റർ ന്യൂ മാർക്കറ്റ് ആൻഡ് ഡെവലപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ന്യൂ മാർക്കറ്റിൽ എൻ്റർ ചെയ്തുകൊണ്ട് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഡെവലപ്പിംഗ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ വരുന്നത്. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് മെയിനായിട്ട് 2 ആണുള്ളത്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ്. പ്രൊമോഷൻ സ്ട്രാറ്റജീസിൽ പറയുന്നത് ഡ്യൂറിങ് ഡിക്ലൈനിങ് സ്റ്റേജ് ഇറ്റ് ഈസ് നെസസറി ടു ഡിവൈസ് അപ്രോപ്രിയേറ്റ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ടു റിവൈവ് ദ പ്രൊഡക്റ്റ് ഓർ മാർക്കറ്റ്. ആ ഒരു പ്രൊഡക്റ്റിനെയോ ഒരു മാർക്കറ്റിനെയോ റിവൈവ് ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഡിക്ലൈൻ സ്റ്റേജിൽ ഇത്തരം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്നത് റെഡ്യൂസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് മാർക്കറ്റർ മേ റെഡ്യൂസ് എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ. ഇതിലൂടെയൊക്കെയാണ് ഈ ഒരു എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ എന്ത് ചെയ്യാൻ പറ്റുക, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്.
അതുപോലെ തന്നെ ഓഫ് വീക്ക് പ്രൊഡക്ട്സിൻ്റെ ആണ് ഈ ഒരു എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ എന്ത് ചെയ്യുന്നത് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആ വീക്കായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ അഡ്വർടൈസിങ്, സെയിൽസ്, പ്രൊമോഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ റെഡ്യൂസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ ഒക്കെ റെഡ്യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ്, നോ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ടു revitalize the product. അതായത് under this strategy no further expenditure is made for revitalizing the product. അത് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റിവൈറ്റലൈസ് ചെയ്യാണ്. അതായത് അണ്ടർ ദി സ്ട്രാറ്റജി നോ ഫർദർ എക്സ്പെൻഡിച്ചർ ഈസ് മെയ്ഡ് ഫോർ റിവൈറ്റലൈസിങ് ദ പ്രൊഡക്റ്റ്. അതായത് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നമ്മൾ കൂടുതലായിട്ടുള്ള എന്താണ്, ഫർദർ എക്സ്പെൻഡിച്ചർ, ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാനായിട്ട്, ഇതിനൊരു പുതിയ ജീവൻ നൽകാനായിട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫർദർ എക്സ്പെൻഡിച്ചർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നോ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ടു റിവൈറ്റലൈസ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ എക്കോണമി പാക്സ് ആണ്. എക്കോണമി പാക്സ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു റിവൈവ് ദ മാർക്കറ്റ്. ഒരുപാട് എക്കോണമി പാക്സുകൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് മാർക്കറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എക്കോണമി പാക്സ് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ മോറോവർ റീയൂസബിൾ പാക്കേജസ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള പാക്കേജസ് ഏതാണുള്ളത് അതും എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എക്കോണമി പാക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ വരുന്നത് ഇൻ ഓർഡർ ടു അട്രാക്ട് കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഈസി ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി മേ ബി ഓഫേർഡ്. ഇനി ഈ ഒരു കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഈസി ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത്തരം സ്ട്രാറ്റജീസ് എടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ നിലനിർത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് PLCയിൽ ഉണ്ടായിരുന്ന 4 സ്റ്റേജസ് ആണ്. ആ 4 സ്റ്റേജസിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ്. ആ സ്ട്രാറ്റജീസ് മെയിനായിട്ട് 4 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് ആണ്, രണ്ടാമത് പറയുന്നത് പ്രൈസ് സ്ട്രാറ്റജീസ് ആണ്, 3 ഡിസ്ട്രിബ്യൂഷൻ, 4 പ്രൊമോഷൻ. ഇങ്ങനെ 4 സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് ഓരോ സ്റ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.